ഓൾസോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസെല്ലാം ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച ഏതായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന്. എനിക്ക് ക്ലാസ് തുടങ്ങി 2 ദിവസമായി ക്ലാസ് തുടങ്ങിയിട്ട്. ഈ ഫ്ലവറില്ലേ ഒരു 6 ദിവസമായിട്ടുണ്ടാവും, അതിലധികം ആയിട്ടുണ്ടാവും, ചിലപ്പോൾ അറിയില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ടിച്ചിട്ടുണ്ട്. അതങ്ങനെ വാടിയിട്ടൊന്നുമില്ല. അത് ഞാനിങ്ങനെ റെസീൻ ചെയ്തിട്ട് പ്രിസർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ ആ ഫ്ലവർ ഡ്രൈ ആക്കണം. എന്നിട്ട് റെസിൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടാ. ഞാൻ കുറച്ചധികം വീഡിയോസ് ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫീവറും ഹെഡേക്ക് അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ വീഡിയോസ് ഇടാനും കഴിഞ്ഞിട്ടാ. അപ്പം നമുക്ക് 1 വീക്ക് ഉച്ചവരെയാണ് ക്ലാസ്. ഇപ്പം മൺഡേ തൊട്ട് റെഗുലർ ക്ലാസ് ഉണ്ടാവും, അതായത് ഈവനിങ് വരെ ഉണ്ടാവും. സോ നമുക്ക് യൂണിഫോമും ടാഗൊന്നും കിട്ടിയിട്ടാ. അപ്പം പർദ്ദ അലൗഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും കുറച്ച് ആൾക്കാരെല്ലോ പർദ്ദയാന്ന് തന്നെ ഇടല്. ഞാൻ ഇടയ്ക്ക് കളർ ഡ്രസ് ഇടും, ഇടയ്ക്ക് പർദ്ദ ഇട്ടിട്ട് പോകും, അങ്ങനെയാണ്. ഇപ്പം ഈ ബാഗെല്ലാം മാറ്റേണ്ടി വരും എന്തായാലും. മൺഡേ തൊട്ട് കുറേ ബുക്സും അങ്ങനെ കുറേ സാധനങ്ങളും ഉണ്ടാവും കൊണ്ടുപോകാൻ. അപ്പം ബാഗെല്ലാം എന്തായാലും മാറ്റേണ്ടി വരും. ഞാനിപ്പോൾ പഠിക്കുന്ന കോഴ്സ് ഫാഷൻ ഡിസൈനിങ് ആണ്, 2 ഇയർ കോഴ്സാണ്. ഇവിടെ അടുത്ത് തന്നെ കാഞ്ഞങ്ങാട് തന്നെ, അതുകൊണ്ട് പോവാനും വരാനും എല്ലാം ഓക്കെയാണ്. ഞാൻ കാലിക്കറ്റ് അങ്ങനെയെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നാമത് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാനൊന്നും പറ്റൂല, പിന്നെ കുറേ ട്രാവൽ ചെയ്യണം. ഞാനിങ്ങനെ ഫാമിലിനെ വിട്ടിട്ടൊന്നും നിൽക്കാൻ കഴിയൂല. അതെല്ലാം ചിന്തിച്ചിട്ടാണ്. പിന്നെ ഞാൻ സിൻഡർബേ നോക്കിയിട്ടുണ്ടായിനി, പിന്നെ കാസർഗോഡ് നോക്കിയിട്ടുണ്ടായിനി. പിന്നെ അവിടെ നിന്ന് പോയിട്ടാ അങ്ങനെ നമ്മൾ ക്ലാസ്സിലേക്ക് എത്തി. നമുക്ക് ക്ലാസ്സിൽ ഫോൺ അലൗഡ് അല്ല, ഫോൺ ഓഫീസിൽ വെക്കണം. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം നമ്മൾ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒക്കെ പോന്നെയാന്ന് വാങ്ങാന്. നമുക്ക് കുറച്ച് ത്രെഡും അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിനി. അപ്പം നമ്മൾ വർദ്ധമാനിൽ വന്നേടെ ആകുമ്പം എല്ലാ സാധനവും ഒന്നിച്ച് കിട്ടും. പേപ്പർ, വൈറ്റ് ഷീറ്റ്, കളർ ആക്രിലിക്, മിസ് ഗ്രൂപ്പിൽ ഐറ്റംസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മ അങ്ങനെ ഓരോന്ന് വായിച്ചിട്ട് എല്ലാവരും അങ്ങനെ ഓരോരോ സാധനം എടുക്കലാണ്. ഈ എംബ്രോയിഡറി ത്രെഡെല്ലോ 10 വാങ്ങാൻ പറഞ്ഞു, ഡിഫറെന്റ് കളറ്. പക്ഷെ എൻ്റെ പെർക്ക് കുറച്ചെണ്ണം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആകെ 2-3 മാത്രമേ വാങ്ങിച്ചു. ഇതിപ്പം നമ്മൾ എല്ലാവരും എടുത്ത് ത്രെഡ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇതാക്കിയതാണ്. അതിൽ എൻ്റെ കയ്യിൽ 4 ത്രെഡ് ആകാൻ പറ്റും മാത്രമേ ഉള്ളൂ. അവരെല്ലാം കുറേ സർദോസി സർദാസി വേണം. സർദാസി പേരറിയാത്ത ഫാഷൻ ഡിസൈൻ പഠിക്കുന്നു. ഇതെന്റെ പെട്ടി. പെട്ടിക്കടിയാണ് ഗൈസ്, പെട്ടിക്കടി. ഏതെടുക്കല്? സ്വർണ്ണ കളറാ? കർമ്മക്കാരി ഇതാ കൊണ്ടോല്. അപ്പൊ സർദോസി എന്ത്? സീക്വൻസ് ഇത് ഇഷ്ടം എടുക്കാലോ. ഇതിപ്പോ ചോപ്പ് എടുക്കും ഗൈസ്. ചോപ്പ് എടുക്കണോ? നല്ല മിന്നാട്ടോണ്ടണ. സർദാസി നിങ്ങൾക്ക് തന്നു. ജെറി ത്രെഡ് വേണ്ടേ? സർദാസി ഇതാ. ഇതാ സർദാസി വേണ്ടേ? ഇന്ന് വേണ്ടത് ട്രേസിംഗ് കട്ട് ബീഡ് വേണം. ചെറുത് ഇത് പേപ്പർ കാർബൺ പേപ്പർ എങ്ങനെയായാലും ഫുള്ള് കൈയാട്ടുന്നു ഗൈസ്. അല്ല കാനുകാടി ഒരു പേടിയല്ലോ. ഷുഗർ ബീഡ്സ് ഇതെടുക്കാ ചെലപ്പോ. ബ്രൗൺ പേപ്പറോ? ബ്രൗൺ പേപ്പർ ഇതൊന്നല്ലേ? ഇല്ല പറയില്ല.
അടുത്താള് അങ്കുരുത്തുണേ അഞ്ചെണ്ണം മതി കേട്ടാ. ആ കേക്ക് ഉണ്ടാക്കുന്ന ഇതാ ഇത് 13 കുറച്ച് വലുതായി പോയി, കുറച്ച് ചെറുതായിട്ട് കഴിഞ്ഞാലോ. ക്യൂൻ ആരെ ക്യൂൻ? ഒരു 1/4 മണിക്കൂർ തന്നെ നമ്മ ഷോപ്പിൽ നിന്നിട്ട് എല്ലാ സാധനവും എടുക്കാനുണ്ടായിന്. കുറേ സാധനം എടുക്കാനുണ്ടായിന്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് ഡ്രോയിങ് ബുക്കും ബ്രഷും അങ്ങനെ കുറേ പെൻസിലെല്ലാം വാങ്ങാനുണ്ടായിന്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് ഒലിവിൽ പോയി നോക്കുമ്പോഴേക്ക് ഒലിവ് ഫുള്ളാണ്. അങ്ങനെ പിന്നെ നമ്മ അടുത്ത് നേരെ ബർഗർ ലോഞ്ചിലേക്ക് വന്ന് നമുക്ക് 1:30 ക്ലാസ് വിട്ടെ. എന്നിട്ട് പിന്നെ ഈ സാധനമെല്ലാം മേടിച്ച് നമുക്ക് പഴിച്ചിട്ട് കഴിയുന്നുണ്ടായി. നിങ്ങൾ കുടുംബശ്രീ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ കുറേ കുട്ടികൾ അവിടെ പോയിട്ട് കുറേ ആലോചിച്ച് എന്താ ഓർഡർ ആക്കുന്നത്. കാരണം വലുതൊന്നും ഓർഡർ ആക്കാനും കഴിയില്ല. ആ സാധനം വാങ്ങിയിട്ട് പകുതി പൈസ പൊടിയായിന്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ബർഗർ ഓർഡർ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപാടെ തുടക്കമിട്ട് ഫുഡ് കഴിക്കാൻ നമ്മ അതിങ്ങനെ പറഞ്ഞിട്ട് ചിരിക്കലുണ്ടായി. ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയേന് ക്ലാസ് കഴിയുമ്പോൾ എത്ര തോന്നാനുണ്ടെന്നല്ലോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ ബസ് കയറിയിട്ട് പൊരുക്കുവന്ന്. പൊരുക്കെത്തിയിട്ട് നോക്കുമ്പോൾ ഉമ്മ വെച്ചാല് കാസർഗോഡ് പോയിന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഓൻ്റെ കിട്ടിയ സ്പ്രേ അടിച്ചിട്ട് പർദ്ദ എടുത്തിട്ടിട്ട് അങ്ങനെ ഞാനിപ്പോൾ വാങ്ങിനെ. എനിക്ക് കാർ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഡ്രൈവിങ്ങിൽ ഉമ്മാക്ക് വിശ്വാസമില്ല. അപ്പം ഞാൻ കാറ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് നീക്കി വെച്ച് കാറ് എനിക്ക് ഇത് ചെറുങ്ങനെ ഒന്ന് കയ്യിൽ ഒതുങ്ങൂല, ഇങ്ങനെ പാളിപ്പോന്ന പോലെ ഉണ്ട്. മറ്റേ ചെറിയ കാർ എടുക്കും ഞാൻ, ഇതെടുക്കൂല ഞാൻ, എനിക്ക് ഇങ്ങനെ കയ്യിൽ ഒതുങ്ങാത്ത പോലെ ഉണ്ട്. അങ്ങനെ പിന്നെ കുശാലനഗറിൽ എത്തുമ്പോഴേക്ക് ഗേറ്റ് അടവ് കുറേ സമയം നമ്മടെ വെയിറ്റ് ആക്കി. പക്ഷെ ഗേറ്റ് തുറക്കുന്ന മാതിരി ഇല്ല. അങ്ങനെ നമ്മ ഇപ്പുറത്തെ വെയിലേ കൂടി പോയി. ഞാൻ ഈ ഖദീജ എന്നുള്ള ഈ ബുക്ക് എടുത്തിട്ടുണ്ടായിന് വായിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മ വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് നമുക്ക് ഫുള്ള് വായിച്ചിട്ട് തീർക്കാൻ തോന്നും. ഐ എം നോട്ട് എ ബുക്ക് പേഴ്സൺ, ബട്ട് ഞാൻ പല റീൽസിലും ഇൻസ്റ്റയിലെല്ലാം കണ്ടിട്ട് എനിക്ക് ഈ ബുക്ക് വായിക്കണം എന്ന് തോന്നിയിട്ട് അങ്ങനെ ഇതാക്കിയതാണ്. ഈ ബുക്കിൽ കുറേ വരികളുണ്ട്, അത് നമ്മളെ നല്ലോണം ആഴത്തിൽ ചിന്തിപ്പിക്കും. അതിൽ ഒരു വരിയാണ്, പകരം വെക്കാനാവാത്ത മനുഷ്യരുണ്ടാകും ജീവിതത്തിൽ, ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മളും പകരം വെക്കാനാവാത്ത മനുഷ്യനാവുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ആ ബുക്ക് വായിക്കാത്തവരാണെങ്കിൽ അത് ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ബുക്ക് വാങ്ങിയിട്ട് വായിച്ച് നോക്കണം. അങ്ങനെ പറഞ്ഞ് നമ്മ മാലിക് ദിനാർ എത്തി. ഉമ്മ കുറച്ച് ദിവസമായി പറയുന്നു മാലിക് ദിനാർ പോണെന്ന്. അങ്ങനെ നമ്മ വന്നതാണ്. അങ്ങനെ അവിടുന്ന് സിയാറത്തെല്ലാം ചെയ്ത് നമ്മ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പ്ലേസിലെല്ലാം ഇരിക്കുമ്പോൾ നമ്മൾ പകുതി ടെൻഷൻ കുറയുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ പിന്നെ നമ്മ അവിടുന്ന് വരുന്ന വഴിക്ക് മഗ്‌രിബാനായി. അപ്പം നമ്മ ചെയ്താൽ ചായ കുടിച്ചിട്ട് തന്നെ പോവാന്ന്. അങ്ങനെ മേൽപ്പറമ്പ് എത്തിയിട്ടാകുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറി. ഞാൻ ആ ലേസിൻ്റെ ഒരു സാധനം വാങ്ങിന്, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട. പിന്നെ പുരയിലെത്തിയിട്ട് നേരത്തെ വാങ്ങിച്ച സാധനമെല്ലാം നോക്കി. മേടിച്ച സാധനം നേരത്തെ നോക്കാൻ സമയം ഉണ്ടായിട്ടാ. അങ്ങനെ ഇപ്പം വന്നിട്ടാകുമ്പോൾ ഞാൻ സാധനം എല്ലാം എടുത്തിട്ട് നോക്കി. എന്തെടുത്തിച്ചില്ലോ ഫസ്റ്റ് എടുത്തേക്കേണ്ട സൂചിയാണ്. അതുകൊണ്ട് ഞാൻ 2 സൂചി തപ്പി പിടിച്ചിട്ട് എടുത്തിട്ട് വെച്ചു. ഇല്ലെങ്കിൽ പിന്നെ അത് നാളേക്ക് ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ത്രെഡ് എന്തെങ്കിലും കുറച്ചെണ്ണം ഉണ്ടെന്ന്. അപ്പം അങ്ങനെ ഞാൻ കുറച്ചെണ്ണേ വാങ്ങിയിട്ടു. അപ്പം അതും ഇതിൻ്റെ ഒക്കെ തന്നെ വെക്കുന്നത്, വേറെ എന്തും ഇപ്പം എടുത്തേക്കുന്നില്ല. എനിക്ക് എവിടെയും പോയിട്ട് വന്നാൽ എനിക്ക് തലവേദനയാണ്. ഞാൻ അങ്ങനെ ഒരു സാധനമാണ്. അപ്പം എനിക്ക് കുറച്ച് എഴുതാനെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ബുക്കെല്ലാം എടുത്തിട്ട് താഴേക്ക്. അതിൻ്റെ ഇടയ്ക്ക് സ്വിച്ച് പൊളിഞ്ഞെന്തോ, ഈ സ്വിച്ച് ഓഫാക്കാനും കഴിയുന്നില്ല. ഇത് ഇട്ടിട്ട് അങ്ങനെ ഇട്ട പോലെ തന്നെ ആയിപ്പോയി. ഞാൻ അവിടെ ലാപ്പ് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന്. ഞാൻ അങ്ങനെ പ്ലഗോട് ഊരി. പിന്നെ ആ സ്വിച്ചിനോട് കളിക്കാനൊന്നും നിന്നിട്ട്. അപ്പം ഇന്ന് നമുക്ക് എടുത്തത് ഫാഷൻ ഇല്ലുസ്ട്രേഷൻ ആണ്. അപ്പം അതിൽ ഫസ്റ്റ് ലെയിൻസിലാണ്. അപ്പം ലെയിൻസ് വെച്ചിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം അതിൽ ഞാൻ വരച്ചത് ഫുള്ള് കുളയി. എന്നിട്ട് ഞാനത് കീറിയിട്ട് ആദ്യമേ വൃത്തിക്ക് വരച്ച് അതിൻ്റെ ഇടയിൽ കൂടി ഡ്രാമയും നോക്കുന്നുണ്ട്, ഇത് വരക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര. ഇനി ഇപ്പോൾ പോയിട്ട് ബുക്ക് മൂടി വെച്ചിട്ട് പോയിട്ട് കടന്നിട്ട് ഇറങ്ങും. രാവിലെ അതേപോലെ പോവും.